മനസ്സിലായില്ലല്ലേ എന്നെ? ഞാൻ പൃഥ്വിരാജ് ബുദ്ധ സിനിമ. ഇപ്പൊ മനസ്സിലായോ? ആരാത്? ഡബിൾ. അതെ വരുന്നേ. എന്നാ നിങ്ങളുടെ ഡബിൾ ഓംലേറ്റ്. നീ എന്നെ കുരേറ്റി കൊല്ലുവാടി. നിങ്ങളല്ലേ പറഞ്ഞ ഡബിളാന്ന്. ദേ നിങ്ങളുടെ ഈ ഒടുക്കത്തെ ഡബിൾ പറിച്ചിൽ കാരണം ഒരു മുട്ട ഇട്ടോണ്ടിരുന്ന കോഴീനെ ഞാനിപ്പോ നിർബന്ധിപ്പിച്ച് 2 മുട്ട ഇടിക്കുക. ഞാൻ ഒരു കാര്യം നേടണം ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. അതാണ് ഈ ഡബിൾ മോഹനൻ. ആക്ഷൻ അല്ലേ ഇതാ പ്രശ്നം. യൂട്യൂബ് വൈഡ് റീൽസും ഒക്കെ കണ്ടുപിടിച്ചെന്നെ തല്ലി കൊല്ലണം. ഇപ്പൊ ഒരു സാധനം കോപ്പി അടിക്കാൻ പറ്റുന്നില്ലെന്നേ. സെക്കൻഡ് തന്നെ കണ്ടുപിടിക്കുക. ഒരു കാര്യം അറിയോ? എന്നോട് ആരെങ്കിലും നീ ആരാന്ന് ചോദിച്ചാ ഞാൻ എന്റെ ബന്ധുക്കളുടെ പേരൊന്നും ചേർത്ത് പറയാറില്ല. ഡബിൾ മോഹനന്റെ പേര് ചേർത്താ പറയാറ്. അതെന്റെ കാര്യം കൊണ്ടല്ലോ, നിന്റെ ബന്ധുക്കളുടെ കരുവേടുകൊണ്ടാ. അല്ല നിങ്ങൾ ആ ചന്ദനം മുറിക്കാൻ പോയിട്ട് എന്തായി? ഞാൻ ചന്ദനം മുറിക്കാൻ പോയി നോക്കിയപ്പോൾ കാട്ടിന്റെ നടുവിൽ 7 ആന. ഞാൻ ഒറ്റയ്ക്ക്. 7 ആനയോ? അല്ല 6 ആന. 6 ആനയോ? ഞാൻ എത്രണ്ണത്തിനെ പറഞ്ഞാ നീ വിശ്വസിക്കോ? ഒക്കെ ആണെങ്കിൽ ഓക്കെ. എങ്കിൽ ഒരു ആന മുണ്ടും പൊക്കി ഒറ്റ ചാട്ടം. എന്നിട്ട് ആനയുടെ മസ്തകത്തിലോട്ട് ഒരൊറ്റ വെടി. എവിടേക്ക് വെടിവെച്ചെന്ന്? മസ്തകത്തിലോട്ട്. പുസ്തകമാണ് ഒരെണ്ണം ഉറപ്പിച്ച് പറ. ആനന്റെ നെറ്റിലോട്ടൊരു വെടി. നോക്കുമ്പോൾ നെറ്റിൽ ചുവന്ന പാടുമായിട്ട് ആന കവിയൂർ പൊന്നമായിട്ട് അങ്ങ് നിൽക്കുക. പെട്ടെന്ന് ആന എന്നും പറഞ്ഞങ്ങാട്ട് വീണ്. എന്ന് വെച്ചാൽ എന്തുവാ? എന്നാലും നീ ഇതെന്നോട് ചെയ്തല്ലോടാ മോഹനാന്ന്. ആന ചത്തെന്ന് ഉറപ്പത്തിയ ശേഷം ഞാൻ അതിന്റെ കൊമ്പൽ ചൂരി. അതെന്തിനാ മോഹനൻ കൊമ്പ് വലിച്ച് ഊരിയത്? പിന്നെ ആന ഊരി തരോ? ഊരിയതും ഫോറസ്റ്റ് ഇറങ്ങി വരുക. കൊമ്പിന്റെ അകത്തുന്നോ? അല്ല കാട്ടിന്റെ അകത്ത്. അവരെന്നോട് ചോദിക്കുവോ എന്തുവാടാ നിന്റെ കയ്യിലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഗൾഫിന്ന് മാമ കൊണ്ടുവന്ന വലിയ സിഗരറ്റ് കത്തിക്കാൻ സാറേ. എന്നിട്ട് ഇത്ര ഉള്ളു. അല്ല ബാക്കി കൂടെ പറ. പിന്നെ ഇത്ര ഉണ്ടാക്കി പറയാനാവട്ടെ അറിയാം. അവിടെ നിന്ന് വരണ വരവാ ഇത്. അല്ല ഇതെന്താ മോഹനന്റെ നെറ്റിയിലൊരു പാട്? എല്ലാം ചന്ദനം തന്നതോ. ഓ ചന്ദനം മോഷിക്കാൻ പോയപ്പോ പോലീസ് വെടിവെച്ചതായിരിക്കും അല്ലേ? ഇന്നലെ നെറ്റിയിൽ പെടുത്തിയ ചന്ദനം ഒറിജിനൽ അല്ല, കെമിക്കലാ. അപ്പൊ പൊള്ളിയതാ. എന്താ മോഹനന്റെ പ്ലാൻ? വലിയ പ്ലാനൊന്നും ഇല്ല. ഒരു ക്രീം വാങ്ങിച്ച് വെട്ടിയാ മതി, അത് വെക്കോളും. എന്റെ മോഹന അതല്ല, ചന്ദനം കടത്തുന്നതിനെ കുറിച്ചുള്ള പ്ലാൻ എന്താന്ന്? എന്നെ പഠിപ്പിച്ച സാറിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ചന്ദനമരം ഉണ്ട്, വിലയില്ലാത്ത മുട്ട. ഓ വിലായത്ത് മുട്ട. അതെന്തായാലും ശരി, ഞാനത് കുറെ നാളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പഠിപ്പിച്ച സമയത്ത് സാറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചന്ദനം കടത്തി നടക്കണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഞാൻ ഈ ചന്ദനം കടത്തൊക്കെ നിർത്തി വേറെ എന്തേലും പണിക്ക് പോയാലോ എന്ന് ആലോചിക്കുവോ. നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോകാനാ? ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളോടുള്ള ഭയമാണ് എന്റെ വിജയം. നീ ഒന്ന് വാടച്ച് ചുമ്മാതിരിക്കന്നെ. കഴിഞ്ഞ ആഴ്ച പോലീസ് ഊരിക്കലിന്റെ നട്ടലൊന്ന് പൊടിച്ചു വന്നതുള്ളൂ. പിന്നെ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഫോറസ്റ്റുകാർക്കും പോലീസുകാർക്കും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആള് വേറെ ഇല്ല. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ മാത്രം നിങ്ങൾ അത്രയും എടുക്കനായ ഒരു ചന്ദന കടത്തുകാരനാണോ? അയ്യോ അതല്ല, ആദ്യത്തെ ഇടി പോലീസുകാർ ഇടിക്കണോ അതോ ഫോറസ്റ്റുകാർ ഇടിക്കണോ എന്നാ കൺഫ്യൂഷൻ. എന്നിട്ട് ആ കൺഫ്യൂഷൻ മാറ്റാൻ അവരെന്ത് ചെയ്ത്? ഫോറസ്റ്റുകാരന്റെ കാലിലും പിടിക്കും, പോലീസുകാരന്റെ കയ്യിലും പിടിക്കും. കണ്ട് മുകളിലോട്ട് എറിയും. കമന്ന് വീഴുവാണെങ്കിൽ പോലീസ് ഇടിക്കും, മലന്ന് വീഴുവാണെങ്കിൽ ഫോറസ്റ്റുകാരും ഇടിക്കും. അപ്പൊ എന്തായാലും നിനക്കൊരു ഇടിയുറപ്പാ. അല്ല നിങ്ങൾക്ക് ഈ ചന്ദനം കടത്തി കിട്ടണ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ ഡബിൾ മോഹനന്റെ പ്ലാൻ? നീ ആ കാണുന്ന മല ഉണ്ടോ? ആ മലക്ക് നന്നിന്റെ പേര് ഇതും ചൈതന്യ മല. അയ്യേ എന്റെ പേരൊന്നും ഇടണ്ട. അതെന്താ? പിന്നെ ഈ നാട്ടുകാർ മൊത്തം 2 പോകുന്ന മലക്ക് എന്തിനാ എന്റെ പേര്? നോക്കിക്കോ, ആ മലന്റെ മുകളിലോട്ട് ഞാൻ ഒരു റോഡ് വിട്ടു. അപ്പൊ ഇനി നാട്ടുകാർക്ക് എല്ലാവർക്കും വണ്ടി പിടിച്ച് 2 പോകാൻ. അല്ല നിങ്ങൾ ആ സാറിന്റെ വീട്ടിൽ ചന്ദനം മോഷ്ടിക്കാൻ പോകാനായിട്ട് എന്ത് പ്ലാനാ ഇട്ടിരിക്കുന്നത്? ഞാനൊന്നും റെഡി ആയിട്ടില്ല. എന്തെങ്കിലും പറ. എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ആദ്യം ചെന്ന് ചന്ദനത്തിന്റെ സൈഡ് 2 മുറിക്കും.
എന്നിട്ട് മുകളിലത്തെ ഇലകൾ മുറിക്കും. നിങ്ങൾ തടി മുറിക്കാൻ പോണേണ മുടി മുറിക്കാൻ പോണേണ? ഐഡിയ ഒക്കെ ഞാൻ പറയാം. നമ്മൾ ആ സാറിന് വയറിളക്കാനുള്ള മരുന്ന് കൊടുക്കും. ആ മരുന്ന് കുടിച്ച് സാറങ്ങ് ഹോസ്പിറ്റലാകും. ആ സമയം നോക്കി നമ്മൾ നമ്മുടെ ചന്ദന തടി അങ്ങ് മുറിക്കും. എവിടെയാ കൂട്ടടി? ഗുഡ് ഐഡിയ. പക്ഷേ ഈ വയറിളക്കത്തിന് മരുന്ന് കിട്ടാനാ പാട്. അതിനൊരു പാടുമില്ലെന്നേ. ഞാൻ ആ മരുന്ന് നേരത്തെ തന്നെ കലക്കി അവിടെ ഒരു കോളയിലാക്കി വെച്ചിട്ടുണ്ട്. ആ കോളയാണോ ഈ കോള? നിങ്ങളത് മുഴുവനും കുടിച്ചു തീർത്തോ? എന്റെ പൊന്നി ചൈതന്യ മലേ, ഞാനിതാ വരുന്നേ. മക്കളെ അടിപൊളിയാടാ, പൊളിച്ച്. എത്ര വയസ്സാടാ? 1. അല്ല ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലല്ലേ? ഒന്നാം ക്ലാസ്സിൽ കണ്ടപ്പോ റബ്ബറും കായും പറക്കി കിടക്കും. ചെറുക്കായി 1ാം ക്ലാസ്സിൽ പഠിക്കണല്ലേ? ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിലെ ഏറ്റവും യങ്ങസ്റ്റ് ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ ഈ ഓണം മെഗാ ചാർജിൽ അത് പറയുകയും ചെയ്തു. ഇവനും ഇവന്റെ ചേച്ചിയും കൂടെ പെർഫോം ചെയ്തു. ബാക്കിയുള്ള വലിയ ടീമിന്റെ കൂടെയായിരുന്നു അന്ന് പെർഫോം ചെയ്തിട്ട് 1.5 ലക്ഷം രൂപയാണ് ഇവർക്ക് കിട്ടിയത്. ടൈമിങ് അവർ രണ്ടുപേരെ ടൈമിങ്, അതായത് ഒരാൾ ഇട്ട് കൊടുക്കുന്നു മറ്റേ കൗണ്ടർ അടിക്കുന്നു. കാരണം നമ്മൾ ഈ സ്കിറ്റ് കളിച്ച് വന്നോണ്ട് നമുക്കറിയാം അതിന്റെ ഒരു സുഖം. ഇവര് കളിച്ചോണ്ട് പോണ ഒരു താളം ഉണ്ടല്ലോ. മക്കളെ അടിപൊളിയടാ. അല്ല അത് മാത്രല്ല, ഈ വലിയ വലിയ വാക്കുകൾ ഇവന് ഓർത്ത് വെക്കുക. അതിന് കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് അതിന്റെ മോഡുലേഷൻ കൊടുക്കുക. അതാണ്. എലീന, എന്തോ എനിക്ക് ചില ബേബീസിനെ കാണുമ്പോ, കുഞ്ഞുങ്ങളെ കാണുമ്പോ എനിക്ക് അതുപോലെ ഒരു ബേബി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് എന്റെ തനയ മോനെ കാണുമ്പോഴത്തേക്ക് എനിക്കും അവനെ പോലെ ഒരു നല്ലൊരു ബേബി. ഞങ്ങള് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം പറയാം, എനിക്ക് എന്നെ കാണുമ്പോ എന്റെ എനർജി ഉള്ള പിള്ളേരെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? അതാണ് എനർജി വൈബ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇവരുടെ ഈ ഒരു എനർജി സ്കിറ്റിനൊക്കെ എത്രത്തോളം നമുക്ക് സബ്ജക്റ്റിന് മാർക്ക് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കിയാലോ? നോക്കാം. ബാറ്ററി കാണണ്ടേ? നോക്കാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഒരുപാട് പൈസ ഇപ്പൊ ഇവിടുന്ന് നേടി ഒരു അക്കൗണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിലുണ്ട്. അപ്പൊ ഈ സേവിങ്സ് വെച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ടുണ്ടാവില്ല ഇവിടുന്ന് കിട്ടിയ ആദ്യത്തെ ഒരു എമൗണ്ട് കൊണ്ട്? എന്നാ വാങ്ങിയത്? അത് ഞങ്ങള് വീട്ടിൽ പുതിയ റൂം എടുക്കുമായിരുന്നു ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ. അതായത് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന വീട്ടിലേക്ക് പുതിയൊരു റൂം പിടിച്ചു. അല്ല, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ വീട്ടില് അവർക്ക് വേണ്ടി അവരൊരു റൂം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ശരി. അപ്പൊ എന്തായാലും 30,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്തു ചേച്ചി. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് GPay അല്ല വേണമെങ്കിൽ ഹാൻഡ് ഡെലിവറി ചെയ്യാം. ഇനി മുതൽ നമുക്ക് അങ്ങനെ ചെയ്യണം. Oh my